ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 10,000 രൂപയുടെയും 15,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, 10,000 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് 4G ഫോൺ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില 5G ഫോൺസും ഉണ്ട്. ഇപ്പോൾ 4G ഫോണുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു 4G ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G32 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു 10,000 11,000 12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചില 5G ഫോണുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ M6 Pro 5G എന്ന ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ ആ ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പോക്കോ ബ്രാൻഡിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി 12 5G എന്നുള്ള സ്മാർട്ട് ഫോണും എടുക്കാവുന്നതാണ്. പിന്നെ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോവ നിയോ 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മീഡിയാടെക് Dimensity 810 എന്ന 5G പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചില ആൾക്കാർക്ക് ലാവ പോലുള്ള ബ്രാൻഡുകളുടെയൊക്കെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവ ബ്ലേസ് 2 5G എന്ന ഫോൺ നോക്കാം. 6.56 ഇഞ്ചിൻ്റെ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ആ കാര്യം ശ്രദ്ധിക്കണം. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 6020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് നിങ്ങൾ നല്ലൊരു 4G ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റെഡ്മി 12 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 4G ഫോണാണ്, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വിവോയുടെ ഒരു സ്മാർട്ട് ഫോൺ വേണം എന്നുണ്ടെങ്കിൽ വിവോ T2X 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മീഡിയാടെക് Dimensity 6020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 6 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ 12,000 രൂപയ്ക്ക് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഒരു 5G ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം 12,000, 13,000, 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ 5G ഫോണിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് പോക്കോ X5 5G എന്ന ഫോൺ. അപ്പോൾ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഇപ്പം 5G ഫോൺ ആണ് എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് പോക്കോ ബ്രാൻഡിലുള്ള ഒരു ഫോൺ വേണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇൻഫിനിക്സിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് 30 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 620 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ 14 5G ബാൻഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു റേഞ്ചിൽ ചില ആൾക്കാർക്ക് റിയൽമിയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12,600 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി നാർസോ 60X എന്നുള്ള സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോൺ 12,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി C67 5G എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം 12,400 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്. അപ്പം രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകളാണ്. വേറെ ഏതിനാണ് കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 11X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഫീച്ചേഴ്സ് ഏകദേശം സെയിം ആണ്. പക്ഷേ അതിൽ 64 MP മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വില 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാംസങ് M14 5G അല്ലാന്നുണ്ടെങ്കിൽ F14 5G എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും എക്സിനോസിൻ്റെ 1330 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കണം. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് പുറത്ത് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സാംസങ് A14 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഐക്യൂടെ ഒരു സ്മാർട്ട് ഫോണൊക്കെ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യൂ Z6 ലൈറ്റ് 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അത് നോക്കാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 5G ബാൻഡ്സേ വരുന്നുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ആ കാര്യവും ശ്രദ്ധിക്കണം. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് ലാവയുടെ ഒരു ഫോണൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ സ്റ്റോം 5G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 14,000 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഓപ്ഷനായിട്ട് വരുന്നത് മോട്ടോ G54 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം ഈ ഒരു ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ MediaTek Dimensity 7020 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാത്തൊരു കാര്യമാണ് അത്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. വില 15000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഫോൺ വേണ്ട, ഇൻഫിനിക്സിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ടെക്നോയുടെ ഒക്കെ ഫോൺ മതി എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഇൻഫിനിക്സ് നോട്ട് 30 5G എന്ന സ്മാർട്ട് ഫോണാണ് 15000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 108 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 14500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോവ 5 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. 14500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം 15000 രൂപയ്ക്ക് താഴെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. itel S23 Plus എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 14000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ അല്ല. പിന്നെ 256 GB ഇൻറ്റേർണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഇതിൽ വരുന്നത്. 14000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് 15000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ Realme 10 എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. അതല്ല ബഡ്ജറ്റ് കുറച്ചും കൂടിയൊക്കെ കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം Redmi 12 5G എന്നുള്ള സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. അല്ല ബഡ്ജറ്റ് പിന്നെയും കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം Realme Narzo 60X 5G എന്ന സ്മാർട്ട് ഫോൺ എടുത്തേക്കാം. അല്ല 15000 രൂപ പ്രൈസ് റേഞ്ചിലേക്കാണ് ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ Moto G54 5G എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും എടുക്കുക. ഇനി സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ M14 അല്ലാന്നുണ്ടെങ്കിൽ F14 5G ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ എടുത്തേക്കാം. എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.